ഹായ് ഡിയേഴ്സ്, രാവിലെ 4:30 മണിയാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് ഒരു ചെറിയ ട്രിപ്പ് പോലെ എറണാകുളം വരെ ഒന്ന് പോവാണ്. അപ്പൊ ഞങ്ങൾ ഫാമിലി ആയിട്ടോ പോകുന്നത്. നമ്മൾ ഫാമിലി ട്രിപ്പ് പോകുന്നത് ഫസ്റ്റ് ടൈം ആണ്. അപ്പൂസ് മോനെ ട്രിപ്പ് പോകാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് കുട്ടി രാവിലെ കരയാതെയൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനും ഒക്കെ 2 വീലറിലാണ് പോണത്. കാറിൽ സ്ഥലമില്ല. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേ കുഞ്ഞു വാവയും ഉറക്കത്തീന്ന് എടുത്തോണ്ട് വന്നതാണ് കേട്ടോ. അതിന്റെ ഒരു ചെറിയൊരു വാട്ടം അവന്റെ മുഖത്തുണ്ട് കേട്ടോ. കുട്ടി എന്റെ മേലങ്ങ് ചാഞ്ഞു കിടക്കുക. ലല്ലൂസ് മോനെ ട്രെയിനിന്റെ ഹോണടിയൊക്കെ കേൾക്കുമ്പോ ഭയങ്കര പേടിയാണ്. ഈ ഒരു കാഴ്ച ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. എന്തായാലും ഇതൊക്കെ കണ്ട് നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് പിന്നെ ട്രെയിനിന്റെ ഉള്ളിലോട്ട് കയറി. അപ്പൂസ് മോന്റെ ലല്ലൂസ് മോന്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ്. അപ്പൊ അവർ രണ്ടുപേരും നല്ല പോലെ ഒന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ചായക കുടിച്ചിട്ടോ വന്നു. 9:15 നമ്മൾ എറണാകുളം എത്തി കേട്ടോ. അപ്പൊ ഫുഡൊക്കെ അടിക്കണം. അതിന് വേണ്ടിട്ട് നല്ലൊരു ഹോട്ടൽ അന്വേഷിച്ച് നടക്കുന്ന നടപ്പാണ്. അങ്ങനെ നല്ലൊരു ഹോട്ടലൊക്കെ തപ്പി പിടിച്ചിരിക്കുകയാണ്. കഴിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചു എല്ലാവരുടെയും മറുപടി മസാല ദോശ. നല്ല അടിപൊളി മസാല ദോശ, നല്ല സ്ട്രോങ് ചായയായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇനിയും റൂമിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി മെട്രോയിലൊക്കെ കയറി പോകും. യാത്ര ചെയ്ത് വന്നിട്ട് ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. റൂമിൽ പോയിട്ട് വേണം നല്ലപോലെ ഒന്ന് ഫ്രഷ് ആവും. അപ്പൊ നമ്മുടെ റൂം എടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇക്കായി അനിയനും കൂടെ ചാവി വാങ്ങാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ കയറി ചെല്ലുമ്പോൾ ഇതുപോലെ മിറർ വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. ടോട്ടൽ 3 റൂം എടുത്ത് വിശാലമായ വലിയ റൂമായിരുന്നു. ബാത്റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതാ ഇതുപോലത്തെ ഒരു കുഞ്ഞു സോപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ. രാവിലെ യാത്ര ചെയ്ത് വന്നിട്ട് ക്ഷീണം ഉണ്ട് കേട്ടോ. നല്ലപോലെ ഫ്രഷ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി. നമ്മൾ ആദ്യം പോകുന്നത് മറൈൻ ഡ്രൈവിലാണ്. ഇവിടെ വന്നത് ഇതുപോലെ ഇങ്ങനെ നടന്ന് കാഴ്ച കാണണം കേട്ടോ. നല്ല റിലാക്സേഷൻ ആണ് കേട്ടോ. പതിയെ ഇങ്ങനെ നടന്നങ്ങ് പോവാം. അപ്പൊ നമ്മൾ ഇതുപോലത്തെ ബോട്ടിംഗ് ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഉപ്പിലിട്ട ഐറ്റങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് പൈനാപ്പിളും പച്ച മാങ്ങയൊക്കെ വടിച്ച് കഴിച്ചേ. അപ്പൊ കഴിച്ചാണ് കേട്ടോ ഇങ്ങനെ നടക്കുന്നത്. നടന്നിട്ടാണ് നമ്മൾ ബോട്ടിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ കയറാൻ പോകുന്നത് ഈ യെല്ലോ കളർ ബോട്ടിലാണ് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അത് മാത്രമല്ല നമുക്ക് അതിൽ നിന്നിട്ട് പുറത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കര വ്യൂ ആണ്. അപ്പൊ നമ്മുടെ ബോട്ടിംഗ് യാത്ര നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ബോട്ടിംഗ് സമയം 1 മണിക്കൂർ യാത്രയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി 2 മണിയായിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി ഒക്കെ ആയിട്ട് കടയിൽ കയറി. ബിരിയാണി കേട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗിലാണ്. എല്ലാവർക്കും വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ അങ്ങനെ വാങ്ങിച്ചു. പിന്നെ കുടിക്കാനായിട്ട് നല്ല തണുത്ത മിൻലയുമാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ കഴിച്ചിട്ടൊക്കെ പുറത്തിറങ്ങി. ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പോയിട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കുറച്ച് നേരം അവിടെ ഇറങ്ങിയൊക്കെ നിന്നിട്ട് നേരെ നമ്മൾ പോകുന്നത് ലുലു മാളിലാണ്.